Welcome back to 17th day of CBSE Maths Crash Class conducted by Archana Study Center. അപ്പോൾ നമുക്ക് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ടേക്ക് എ നോട്ട്ബുക്ക്, വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ഗിവൺ ഫിഗർ XAY is a tangent to the circle centered at O. Okay. If ABO equal to 40 degree, then find BAY and angle AOB. അപ്പൊ നമുക്ക് അതൊന്ന് ഫിഗറിൽ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് XAY എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്. ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എ. ക്ലിയർ ആണെന്ന് കരുതുന്നു. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ ABO തന്നിട്ടുണ്ട് അല്ലെ. ആംഗിൾ ABO എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് BAY, ഈ ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരെണ്ണം AOB എന്ന ആംഗിളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. അതായത് ഇതില് നമുക്കറിയാവുന്നത് ഇത് ടാൻജന്റിന്റെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് ടാൻജന്റിലോ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. സോ നമുക്ക് അത് എഴുതി വെക്കാം. ആംഗിൾ XAO എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചൊരു തിയറാണ് അല്ലെ. അതുപോലെ നമുക്കറിയാം OAയും OBയും റേഡിയസ് ആണ് അല്ലെ. OAയും OBയും റേഡിയസ് ആണ്, ഈക്വൽ ടു റേഡിയസ്. ഇത് രണ്ടും റേഡിയസ് ആണ്, സെയിം ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ പറയുന്നത് എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈ ഈക്വൽ ആയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ഇത്. സോ ഇതിനെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ഇത്. ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ആംഗിൾ ABO എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ആ 40 ഡിഗ്രി തന്നെയായിരിക്കും എന്ത്? ആംഗിൾ BAO. ആംഗിൾ BAO എന്ന് പറയുന്നത് എന്താണ്? ആ 40 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ടോട്ടൽ ആംഗിൾ ഓഫ് ട്രയാംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. അതായത് നമുക്ക് അതൊന്ന് എഴുതാം. ആംഗിൾ BAO പ്ലസ് ആംഗിൾ AOB പ്ലസ് ആംഗിൾ OBA അല്ലെ. മൂന്ന് സൈഡ്സ് ഏതൊക്കെയാണ്? BAO എന്ന് പറയുന്ന ആംഗിൾ ഇത്, AOB എന്ന് പറയുന്ന ആംഗിൾ ഇത്, അതുപോലെ OBA എന്ന് പറയുന്ന ആംഗിൾ 40. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ABO അല്ലെങ്കിൽ OAB എന്ന് പറയുന്നത്, അതായത് ആംഗിൾ B എന്ന് പറയുന്നതും അതുപോലെ നമുക്ക് BAO എന്ന് പറയുന്ന ആംഗിളും 40 ഡിഗ്രിയാണ്. 40 പ്ലസ് ആംഗിൾ AOB പ്ലസ് 40 ഇസ് ഈക്വൽ ടു 180 കിട്ടും. സോ നമുക്ക് ആംഗിൾ AOBയും കണ്ടുപിടിക്കാൻ പറ്റും. 180 മൈനസ് 80 ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുന്നത്? 100 ഡിഗ്രിയാണ് നിങ്ങളുടെ ഒരു ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയി. ഇപ്പൊ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ച് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഈ ആംഗിൾ ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ BAY എന്ന് പറഞ്ഞ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. സോ നമുക്ക് ഈ മൂന്ന് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഏതൊക്കെ ആംഗിൾ? XAO, അതുപോലെ OAB, അതുപോലെ എന്താണ് BAY എന്ന് പറയുന്ന മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കർവ്ഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് ആംഗിൾ XAO പ്ലസ് ആംഗിൾ OAB പ്ലസ് ആംഗിൾ BAY എന്ന് പറയുന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ആംഗിൾ XAO പ്ലസ് OAB പ്ലസ് BAY എന്നീ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇനി നമുക്കറിയാലോ ആംഗിൾ XAO എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 90 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ആംഗിൾ OAB എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചിട്ടാണ്. OAB അല്ലെങ്കിൽ BAO എന്ന് പറയുന്നത് എന്താണ്? 40 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ BAY ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രിയാണ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ 130 ഡിഗ്രി കിട്ടും. 130 പ്ലസ് ആംഗിൾ BAY ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി.
സോ ആംഗിൾ BAY എന്താ വരിക? 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. നമ്മുടെ രണ്ട് ആൻസറും കിട്ടിയില്ലേ? നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതില് ക്വസ്റ്റ്യനില് പ്രൂവ് ദാറ്റ് ദ പാരലോഗ്രാം സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ ഈസ് എ റോംബസ്. ഓക്കെ, ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, ABCD എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഈ ABCD എന്ന് പറയുന്നത് ഒരു റോംബസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പാരലോഗ്രാമിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം, അതുപോലെ തന്നെ എന്താണ് റോംബസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. എങ്ങനെയാണ് ഒരു പാരലോഗ്രാം റോംബസ് ആവുന്നത്? പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പക്ഷെ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ABCD is a parallelogram. അവിടുന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലോ, ABയും CDയും ഈക്വൽ ആണ് അല്ലെ. AB is equal to CD എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണല്ലോ, AD ഈക്വൽ ടു BC എന്ന് എഴുതാൻ പറ്റും അല്ലെ. AD is equal to BC എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ എക്സ്റ്റേണൽ പോയിന്റ്സ് ആയിട്ട് എടുക്കാം അല്ലെ. ABCD എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്റ്റേണൽ പോയിന്റ്സ് ആയി എടുക്കുകയാണെങ്കിൽ ASഉം APയും ടാൻജൻസ് ആണ്. ഈ സർക്കിൾസിലേക്കുള്ള ടാൻജൻസ് ആണ്. നമുക്കറിയാം ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ദ എക്സ്റ്റീരിയർ പോയിന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ഇൻ ലെങ്ത് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? നമുക്ക് AS is equal to AP എന്ന് എഴുതാം അല്ലെ. AS is equal to AP എന്നറിയാം, എഴുതാം. അതുപോലെ എന്ത് എഴുതാം? നമുക്ക് BP ഈക്വൽ ടു BQ എന്ന് എഴുതാം. BP is equal to BQ എന്ന് എഴുതാം. ഇനി C എന്ന പോയിന്റ് എന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് CQയും CRഉം അല്ലെ. രണ്ട് ടാൻജൻസ് ഒരേ സർക്കിളിലേക്ക് വരുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? CQ is equal to CR എന്ന് എഴുതാം. ഇനി ലാസ്റ്റ് വൺ Dയിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് DRഉം DSഉം. DR is equal to DS എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാ ടാൻജൻസിനും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ABCD എന്ന് പറയുന്ന എക്സ്റ്റീരിയർ പോയിന്റ്സ് ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ലെങ്ത് A എന്ന എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് ആണ് APയും ASഉം അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എഴുതാം AP ഈക്വൽ ടു AS. അതുപോലെ B എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് ആണ് BPയും BQയും. അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതാം BP is equal to BQ എന്ന് എഴുതാം. അതുപോലെ C എന്ന പോയിന്റിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് CQയും CRഉം. അപ്പൊ രണ്ട് ഇക്വേറ്റ് ചെയ്യാം. CR is equal to CQ. അതുപോലെ D എന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് DRഉം DSഉം. DR equal to DS. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് LHS എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. AP പ്ലസ് BP പ്ലസ് CR പ്ലസ് DR എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് RHS എഴുതാം. AS പ്ലസ് BQ പ്ലസ് CQ പ്ലസ് DS എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, AP പ്ലസ് BP എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ AP പ്ലസ് BP എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? AB എന്ന് എഴുതാൻ പറ്റും അല്ലെ. അതുപോലെ CR പ്ലസ് DR എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം DC ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇനി നമുക്ക് AS പ്ലസ് DS നോക്കിക്കേ. AS പ്ലസ് DS എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? AD എന്ന് എഴുതാം അല്ലെ. ഇനി BQ പ്ലസ് CQ എന്ന് പറയുന്നത് എന്താണ്? BC ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി നമുക്കറിയാം ABയും CDയും ഒക്കെ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്കിത് എന്ത് എഴുതാം? 2AB എന്ന് എഴുതാൻ പറ്റും അല്ലെ. 2AB എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? 2AD എന്ന് എഴുതാം അല്ലെ. ADയും BCയും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്, നമുക്ക് എന്ത് എഴുതാം? 2AD എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് AB ഈക്വൽ ടു AD എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് AB ഈക്വൽ ടു AD ആണ്. അതുപോലെ ഇത് AB ഈക്വൽ ടു എന്താണ്? CD ആണ്. ഇനി AD is equal to എന്താണ്? BCയും ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആയി അല്ലെ. BC, അതായത് ഇതിൽ നിന്ന് എടുത്തെഴുതുമ്പോൾ എന്തോരും? AB ഈക്വൽ ടു AD കിട്ടും. നമുക്ക് ഓൾറെഡി അറിയാം AD എന്ന് പറയുന്നത് BCക്ക് ഈക്വൽ ആണ് അല്ലെ. അതുപോലെ AB എന്ന് പറയുന്നത് എന്താണ്? CDക്ക് ഈക്വൽ ആണ്. അപ്പൊ എല്ലാം ഈക്വൽ ആയി വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഹെൻസ് പ്രൂവ്ഡ് ABCD ഈസ് എ റോംബസ്. റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A, B and C are the sides of a right triangle. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. A, B, C. അതിൽ C എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്.
ഇനി വേർ സി ഈസ് ദ ഹൈപ്പോട്ടനസ്, സി എന്ന് പറയുന്നത് ഒരു ഹൈപ്പോട്ടനസ് ആണ്. ഈ കാണുന്ന സി, ഇതിന്റെ ലെങ്ത് സി എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ആണ്. എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, ഇതിന്റെ റേഡിയസ്, ഇതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിന് റേഡിയസ് ആർ ആണ്. ടച്ചസ് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് മേക്ക് എ ടാൻജൻസ് അല്ലെ. ദെൻ പ്രൂവ് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു റേഡിയസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഈ ഒരു സെക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കറിയാം ഈ ഒ എന്നും ഒ എമ്മും റേഡിയസ് ആണെന്ന് അറിയാം അല്ലെ, രണ്ടും റേഡിയസ് ആണ്. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? എപ്പോഴും റേഡിയസ് ടാൻജന്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ രണ്ട് ആംഗിൾസ് എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലെ. അതായത് ഈ എ സിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് പറയുന്നത്? ഒ എൻ എന്ന് പറയുന്നത്. അതുപോലെ ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒ എം അല്ലെ. റേഡിയസ് മേക്സ് പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻസ് അല്ലെ. അപ്പൊ ഈ മൂന്നെണ്ണം പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? ഇതും പെർപെൻഡിക്കുലർ ആണ്. 4 സൈഡും പെർപെൻഡിക്കുലർ, 2 സൈഡ് റേഡിയസും ഒരേ ലെങ്ത്തും ആണെങ്കിൽ ഇത് എന്താണ്? സ്ക്വയർ ആണ് അല്ലെ. എല്ലാ സൈഡും അപ്പൊ എന്താണ്? 6 ആണ്. അപ്പൊ ഇതൊന്ന് എഴുതാം നമുക്ക് അല്ലെ. ഗിവൺ ഒ എൻ ഈക്വൽ ടു ഒ എം ബിക്കോസ് ദേ ആർ റേഡിയസ് അല്ലെ. ഇനി നമുക്കറിയാം ഒ എൻ ഈസ് പെർപെൻഡിക്കുലർ ടു എ സി. Okay, that is angle CNO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒ എം ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ CMO എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. സോ ഗിവൺ എന്താണ്? ആംഗിൾ NCM എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ് അല്ലെ. ഈ ഒരു സൈഡ് 90 ഡിഗ്രി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് CMON ഈസ് എ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എല്ലാ സൈഡും എന്താണ്? അപ്പോ 6 ആണ്. ദാറ്റ് ഈസ് CN ഈക്വൽ ടു R ഈക്വൽ ടു CM. CN-ഉം CM-ഉം എന്താണ്? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു R. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാം ടാൻജൻസ് എക്സ്റ്റേണൽ പോയിന്റ്സ് ABC ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടൊന്ന് എഴുതാം. എക്സ്റ്റേണൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ ടാൻജൻസ് എന്താണ്? AN ഈക്വൽ ടു, എയിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് AN ഈക്വൽ ടു AP നമുക്ക് എഴുതാം. അടുത്തത് ബിയിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് BPയും PMഉം. അത് രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. BP ഈക്വൽ ടു BM ഇങ്ങനെയും എഴുതാം. ഇനി അടുത്തത് C എന്ന എക്സ്റ്റേണൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ രണ്ട് ടാൻജൻസ് ആണ് CNഉം CMഉം. രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? CM ഈക്വൽ ടു CN എന്നും എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോ ഇതിൽ നിന്ന് നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് AN ഈക്വൽ ടു AP എന്ന് പറയാം അല്ലെ. AN ഈക്വൽ ടു AP എന്ന് പറയാം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. AN ഈക്വൽ ടു AP. ഇതൊന്ന് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ AN എന്ന് പറയുന്നത് എന്താണ്? AC മൈനസ് CN ആണ് അല്ലെ. AC മൈനസ് CN ഈക്വൽ ടു AP എന്ന് പറയുന്നത് എന്താണ്? AB മൈനസ് നമുക്ക് എന്ത് എഴുതാം? BP എന്ന് എഴുതാം അല്ലെ. BP എന്ന് എഴുതാം. ദാറ്റ് ഈസ് AB മൈനസ് BPക്ക് പകരം ഞാൻ എന്ത് എഴുതി? BPക്ക് പകരം ഞാൻ BM എന്ന് എഴുതി അല്ലെ. BPയും BMഉം സെയിം ആണ്. സോ നമുക്ക് അങ്ങനെ എഴുതാം. AC മൈനസ് CN ഈക്വൽ ടു AB മൈനസ് BM ആയി. ഈ AC എന്താണ്? AC എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ലെങ്ത് B ആണ് അല്ലെ. B മൈനസ് CN എന്ന് പറയുന്നത് R ആണ് ഈക്വൽ ടു AB എന്താണ് വരുന്നത്? C അല്ലെ. C മൈനസ് BM എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കൂ, A ആണ്. ടോട്ടൽ ലെങ്ത് A ആണ്. Aയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? R മൈനസ് ചെയ്യണം. ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് ആയ BCയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? CM മൈനസ് ചെയ്യുന്നതാണ് എന്ത് വരുന്നത്? BM എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. B മൈനസ് R ഇസ് ഈക്വൽ ടു, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ C മൈനസ് A മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് R വരും അല്ലെ. ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ള ടേംസ് ഒക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അവിടെ എന്ത് വരും? നമുക്ക് B R-നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ട്, ഈ മൈനസ് C-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് C വരും. മൈനസ് A ഇപ്പുറത്തേക്ക് വരുമ്പോഴും പ്ലസ് A വരും. ഈ മൈനസ് R ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ R പ്ലസ് R ആവും. ദാറ്റ് ഈസ് 2R.
നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 2r ഈക്വൽ ടു a പ്ലസ് ബി മൈനസ് സി. നമുക്ക് റിലേഷൻ കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? r ഈക്വൽ ടു a പ്ലസ് ബി മൈനസ് സി ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹെൻസ് പ്രൂഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ് കാര്യങ്ങൾ. നമുക്ക് ഇവിടുന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഈ CMON നിന്ന് റേഡിയസ് പെർപെൻഡിക്കുലർ ആണെന്ന്, റേഡിയസ് മേക്സ് എ പെർപെൻഡിക്കുലർ വിത്ത് ടാൻജൻസ് എന്നുള്ള പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അതുപോലെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ്, ഒരേ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിന് ലെങ്ത് ഈക്വൽ ആണെന്നായിരിക്കും. ഈ 2 പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.